നേതാവില്ലാത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇത്തവണ കോൺഗ്രസിന്റേത്. വീണ്ടും ഒരു പോരാട്ട കാലത്ത് ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം പാർട്ടിയിൽ എന്നതിലുപരിയായിട്ട് സാധാരണ ജനങ്ങളിൽ പോലും പ്രതിഫലിച്ചേക്കും. ഏത് വിഷയങ്ങളിലും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ സൗമ്യമായി ഇടപെട്ട ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന നേതാവ് തന്നെ. 1970 കോട്ടയത്തെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്നുമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ തുടക്കം. CPM MLA ആയിരുന്ന EM ജോർജിനെ 7000-ൽ പരം വോട്ടിന് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇദ്ദേഹം ആദ്യമായി നിയമസഭ അംഗമാകുന്നത്. പിന്നീട് 1977, 1980, 1982, 1987, 1991, 1996, 2001, 2006, 2011, 2016, 2021 എന്നിങ്ങനെയുള്ള കാലയളവിൽ പിന്നീട് ഇങ്ങോട്ട് നീണ്ട 50 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ പുതുപ്പള്ളിയിൽ തന്നെയാണ് അദ്ദേഹം മത്സരിച്ചത്. ദേശീയ തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധ നേടിയ നേതാവ് കൂടിയായിരുന്നുവെങ്കിലും പുതുപ്പള്ളി വിട്ടുപോകുവാൻ ഉമ്മൻചാണ്ടി ഒരിക്കലും തയ്യാറായിരുന്നില്ല. AK ആന്റണിയുടെ കടുത്ത അനുയായി കൂടിയായിരുന്നു ഉമ്മൻചാണ്ടി. ഇദ്ദേഹത്തെ ആദ്യമായിട്ട് മുഖ്യമന്ത്രി പദം തേടിയെത്തുന്നത് 2004-ലെ ലോക്സഭ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ AK ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചപ്പോഴായിരുന്നു.